ദൈവനാമത്തിന് മഹത്വം. ഒരു പ്രാവശ്യം കൂടെ ജനന പെരുന്നാൾ നമുക്ക് സമീപമായിരിക്കുന്നു. ഇടവക ജനന പെരുന്നാളുമായി ചേർന്ന് ഓരോ ദിവസവും വചനചിന്തകൾ പങ്കുവയ്ക്കുന്നത് ഏറെ സന്തോഷത്തോടെയാണ് അറിയുന്നതും കാണുന്നതും കേൾക്കുന്നതും. എന്താണ് മനുഷ്യനായിരിക്കുന്നതിൽ ഇത്രമാത്രം പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അഭിമാനപൂർവം ഒരു ക്രിസ്ത്യാനിക്ക് പറയാൻ കഴിയുക, ഇത് ദൈവം മനുഷ്യനായ ഭൂമിയാണ്. ഇവിടെ ദൈവങ്ങൾക്കോ ദൈവസങ്കല്പങ്ങൾക്കോ ദൈവ അന്വേഷണങ്ങൾക്കോ എന്തെങ്കിലും കുറവുണ്ടായതുകൊണ്ടല്ല ദൈവം മനുഷ്യനായി തീർന്ന ഒരു വിശ്വാസത്തെ ലോകം മുഴുവൻ പിന്നീട് പിൻപറ്റിയത്. അതുവരെയുള്ള ദൈവസങ്കല്പങ്ങൾക്കും ദൈവധാരണകൾക്കും പലപ്പോഴും മനുഷ്യനിൽ നിന്ന് വേറിട്ട് നിൽക്കാനുള്ള പ്രവണതയാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാത്രം ഇറങ്ങി വരികയോ കൂടെ നിൽക്കുകയോ ധർമ്മപക്ഷത്ത് നിൽക്കുകയോ ചെയ്യുന്ന ചില ദൈവിക താല്പര്യങ്ങൾ മാത്രം. അവിടെയുള്ള ദൈവങ്ങളൊക്കെ നമുക്കറിയാം, നന്നായിട്ട് അസൂയുള്ളവരും പകയുള്ളവരും യുദ്ധം ചെയ്യുന്നവരുമൊക്കെയാണ്. എന്നാൽ മനുഷ്യനായി തീരുക മാത്രമല്ല, മനുഷ്യൻ്റെ നിസ്സഹായത സ്വന്തം ജീവിതത്തിലേക്ക് ബോധപൂർവം സ്വീകരിച്ചൊരു ദൈവത്തെ പരിചയപ്പെട്ടു എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഔന്നത്യം. മനുഷ്യന് ഏറ്റവും നന്നായിട്ട് മനസ്സിലാകുന്ന ദൈവത്തിൻ്റെ ഭാഷ മനുഷ്യരൂപമെടുത്ത ദൈവപുത്രൻ തന്നെയാണ്. അവൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത് പുതിയ മാനവികതയുടെ തുടക്കമാണ്. പൗരസ്ത്യ പിതാക്കന്മാർ ചിന്തിക്കുന്നത് പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും തുടക്കം കൂടിയാണ്. മറ്റൊന്ന്, നിത്യതയിൽ വസിക്കുന്ന ആദിയും അന്തവുമില്ലാത്ത, മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത, ദാർശനികർ സ്തബ്ധരായി പോകുന്ന ഈ വലിയ രഹസ്യാത്മകതയാണ്. എങ്ങനെ ഒരു പെൺകുട്ടി പുരുഷനെ കൂടാതെ ഗർഭവതിയാകും? എല്ലാ കാലത്തും നമ്മുടെ യുക്തിയെ ചലഞ്ച് ചെയ്യുന്ന ഈ ദൈവത്തിൻ്റെ മനുഷ്യാവതാര രഹസ്യം, അതിൻ്റെ ആഴങ്ങൾ ദൈവത്തിന് സകലതും സാധ്യമാകുന്ന ദൈവിക പദ്ധതിക്ക് പൂർണ്ണമായി വിധേയപ്പെടുന്ന ചില മനുഷ്യരുടെ സ്വയം സമർപ്പണത്തിലൂടെയാണ് ദൈവം ചരിത്രത്തിലേക്ക് ഇടപെട്ടത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ കാലത്തും ദൈവം നമ്മോട് ഇടപെടുന്നുണ്ട്, ചരിത്രത്തോട് ഇടപെടുന്നുണ്ട്. ശിവനമസ്കാരത്തിൽ നാം പാടുന്നുണ്ട്, എക്കാലത്തും നിൻ നീതിപരന്മാരുള്ളതിനാൽ സ്തുതിതേ. പുതിയ നിയമസഭ ക്രിസ്തുവിൽ ആധാരമിട്ടതാണ്. അപ്പോസ്തലന്മാരാൽ ചേർന്ന് പണിയപ്പെട്ടതാണ്. പിതാക്കന്മാരാൽ അത് നട്ടു നനയ്ക്കുന്നതാണ്. അതിൻ്റെ വളർച്ചയും പ്രാപ്തിയും പരിശുദ്ധ റൂഹായിൽ അടിസ്ഥാനപ്പെട്ടാണ്. പരിശുദ്ധ റൂഹായാണ് അതിൻ്റെ പൂർണ്ണവും പരിപൂർണവുമാക്കുന്നത്. അങ്ങനെയെങ്കിൽ പരിപൂർണനായ ദൈവം പരിപൂർണ മനുഷ്യനായി തീർന്ന ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് മനുഷ്യനായിരിക്കുന്നതിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും അഭിമാനവുമെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും ജീവിതം കൊണ്ട് ആശ്വസിക്കുവാനും ദൈവത്തെ പിന്തുടരുവാനും വ്യക്തിപരമായി എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം. ഇത് തന്നെയാണ് എല്ലാ ക്രിസ്ത്യാനിയുടെയും പ്രേരണ എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് തന്നെ പുൽക്കൂട്ടിലെത്തിയ വിദ്വാൻമാരുടെ ആ കണ്ടെത്തൽ, അത് ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നുള്ള ദൈവമക്കളുടെ വിളിയും നിയോഗവുമാണ്. അതിനുവേണ്ടി സഹിക്കുന്ന സഹനങ്ങളും ബുദ്ധിമുട്ടുകളും യാത്രകളും ഒറ്റപ്പെടലുകളും മറ്റ് പ്രതിസന്ധികളും ദൈവാത്മാവിൽ സഹിക്കുവാൻ നമുക്ക് ശക്തി ലഭിക്കുന്നത് അവനോട് തുല്യം നാം ആവാൻ
നമ്മെപ്പോലെ അവനായി എന്നുള്ള ആ വലിയ ദൂത്. അതുകൊണ്ട് ദൈവ മനുഷ്യനായി തീർന്ന ഈ ഭൂമിയിൽ മനുഷ്യനെന്ന എൻ്റെ സത്വബോധത്തെ കുറച്ചുകൂടി ഗൗരവത്തിൽ കാണുവാൻ, കുറച്ചുകൂടി ആത്മാർത്ഥതയോടെ സ്വയം ബഹുമാനിക്കുവാനും മനുഷ്യകുലത്തെ ദൈവത്തിൻ്റെ പ്രതിച്ഛായയായി കാണുവാനുമുള്ള നമ്മുടെ ഓരോ പുതിയ അനുഭവങ്ങളും യേശുക്രിസ്തു വെളിപ്പെടുത്തിയ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ താല്പര്യപ്രകാരമുള്ള മാനവികതയിലേക്കുള്ള ചുവടുവെപ്പാണ്. ഈ ക്രിസ്തുമസും അതിന് നമുക്ക് ശക്തിയായി തീരട്ടെ. ആ ക്രിസ്തു മുൻപോട്ട് വെക്കുന്ന ഒരു മാനവികതയെ പുൽകുന്ന, ഈ മനുഷ്യജീവിതത്തെ അത്രമാത്രം ഗൗരവത്തോടെ കാണുന്ന ഒരു ജീവിത സാഹചര്യം നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുമസിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ ഗീവർഗീസ് ബേബി അച്ഛൻ.